അപ്പം നമ്മളുള്ളത് വലിയ പറമ്പ ബീച്ചിലാണ് കേട്ടോ. വലിയ പറമ്പ ബീച്ച്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഓഫറുണ്ട് കേട്ടോ. നിലവിൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കാണുന്ന സ്പോട്ടിൽ 5 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും കാണുകയും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. 5 പേര്. ഞങ്ങൾ സെലക്ട് ചെയ്യുന്ന 5 പേരല്ല. അതായത് ഞങ്ങൾ പോകുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകും, പക്ഷേ ആ ഒരു ഇതല്ല കേട്ടോ. ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് 5 പേരെ കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കണ്ട് അതിൽ എല്ലാ വീഡിയോയും കമൻറ്റും ചെയ്യുക, ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് 5 പേരെ കാണുകയാണെങ്കിൽ അവർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ട് എൻട്രി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അതായത് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതല്ല, അവിടെ കാണുന്നത്. ഓക്കെ, ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വലിയ പറമ്പ ബീച്ചിലാണ് കേട്ടോ. വലിയ പറമ്പ ബീച്ച് കൊള്ളാം. ആൾക്കാർ തീരെ കുറവാണ് കേട്ടോ. നല്ല രീതിയിൽ തിരമാല ഉള്ളത് കൊണ്ട് ആൾക്കാരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല കേട്ടോ. നല്ലതുപോലെ ഉണ്ട്. നല്ല രീതിയിൽ തിരമാല ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ തിരമാല എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവാണ് കേട്ടോ ഇറങ്ങുന്നത്. നല്ല രീതിയിൽ തിരമാലയുണ്ട്. ഇതാണ് ഫുൾ വ്യൂ കേട്ടോ. ഫുൾ വ്യൂ. ഇഷ്ടംപോലെ ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർ കുറവ് ഈ ബീച്ചിൽ. പക്ഷേ രസമൊക്കെ ഉണ്ട് കേട്ടോ ഈവനിങ്ങിലൊക്കെ. പക്ഷേങ്കിൽ ഈ കടലിൽ ഏത് സമയത്താണെങ്കിൽ പോലും, മഴയില്ലാത്ത സമയമാണെങ്കിലും നമ്മൾ ഈ കടലിൽ ഇറങ്ങാമെന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യമാണ്. ഒരിക്കലും ആ റിസ്ക് എടുക്കാതിരിക്കുക. കടലിൽ ഇറങ്ങുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യം കേട്ടോ. അതുകൊണ്ട് കടലിൽ ഇറങ്ങാതിരിക്കുക. മാക്സിമം കടലിൻ്റെ അരികത്ത് നിന്നുകൊണ്ട് എൻജോയ് ചെയ്യുക. ബീച്ചിൽ പോയിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഇല്ലെങ്കിൽ കൂട്ടിനിപ്പോൾ ആരും ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫീൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ സാധിക്കും. നല്ല രീതിയിൽ വെള്ളം കയറി. മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒരിക്കലും കടലിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കുക. കാരണം നമുക്ക് കടലിൻ്റെ അതിനെക്കുറിച്ച് അത്ര അറിയത്തില്ലാത്തത് കൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുക. ഇത് കണ്ടോ, തിരമാലയൊക്കെ ഒരു മുകളിൽ വരെ കയറി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ട്. എന്നിരുന്നാൽ പോലും നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. സീനാണ്. ഇവിടെയൊക്കെ ഓപ്പണാണ്. പിന്നെ ഇവിടെ കണ്ടൊരു ഫാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊന്നും സെക്യൂരിറ്റീസ് ഇല്ല കേട്ടോ. ഇവിടെയൊന്നും സെക്യൂരിറ്റീസ് ഇല്ലാത്തത് വളരെ ഒരു പ്രശ്നമാണ്. കാരണം ഇവിടെ ഗാർഡൊക്കെ ഉണ്ടാവേണ്ടതാണ്. കാരണം പിള്ളേരൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ ഒരുപാട് വരുന്നൊരു സ്ഥലം തന്നെയാണത്. ഫാമിലിയൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇവിടെ. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഗാർഡിൻ്റെ അഭാവം, ഗാർഡോ ഇല്ലെങ്കിൽ സെക്യൂരിറ്റിയുടെ അഭാവം ഇവിടെ ഉണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ആൾക്കാർ വരുന്നത് തടയുന്നത്, അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതിപ്പം അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആ സൈഡിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അത്രത്തോളം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പിള്ളേരൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെറിയ രീതിയിൽ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ എന്താണെങ്കിലും നല്ലൊരു വൈബാണ്. നമ്മളിപ്പം നമ്മളെ തന്നെ സുരക്ഷിതരാക്കുക. ഒരിക്കലും നമ്മൾ റിസ്ക് എടുത്തിട്ട് ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ ഇതിനുള്ളിലേക്ക് ഇറങ്ങിയാലോ എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കേട്ടോ.
ഇതാണ് ആ ബീച്ച്. ബീച്ചിൻ്റെ മനോഹാരിത. പിള്ളേരൊക്കെ ഇവിടെ കയറുന്നുണ്ട്. പിള്ളേരൊക്കെ വെള്ളത്തിൽ ചെറുതായിട്ട് അങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. നിയന്ത്രിക്കുന്ന കുറച്ച് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ഈ മഴയുടെ സമയമായതുകൊണ്ട് അത്രത്തോളം അങ്ങനെ ചില്ലായിട്ട് ഒരു സാധനം പോലും ഇല്ല. അങ്ങനെ പറയത്തക്ക വിധത്തിൽ സാധനങ്ങളോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നല്ല വ്യൂ ആട്ടോ. ഞാനെന്താണെങ്കിലും അടുത്തേക്ക് പോകുന്നില്ല കേട്ടോ. നല്ല കാറ്റ്. ഈവനിങ്ങിൽ വരുന്നത് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീല്. ഒരു വല്ലാത്ത ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ളൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്നത്. അടിപൊളിയാണ്. ഇതുണ്ട് കടൽ വെള്ളം മുകളിലേക്ക് കയറിയിട്ടായിരിക്കാം ചുവടോടെ ഒരു മരം വീണേക്കുന്നത്. തെങ്ങാണ്. തെങ്ങല്ല, വേറെന്തോ ആണ്. ഒന്നില്ലെങ്കിൽ ഇത് ചുവടോടെ വീണത്, ഇല്ലെങ്കിൽ ചിലപ്പം കടൽ തന്നെ കൊണ്ടുവന്നതായിരിക്കാം. ഇവിടെയൊക്കെ മണൽ ഭിത്തി ഇവിടെ കുറേയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുന്നത് അത്രത്തോളം സുരക്ഷിതമല്ല. നമ്മളെ തന്നെ ഏതൊരു ബീച്ചിൽ പോയാലും നമ്മളെ തന്നെ സുരക്ഷിതരാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. വെള്ളം ഇങ്ങനെ ടോപ്പ് വരെ കയറുന്നുണ്ട് എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ ബീച്ചിൻ്റെ ഇതിൽ കൂടെ നടക്കുക കേട്ടോ. സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്, ബീച്ചിൻ്റെ സൈഡിൽ കൂടെ. അടുത്തൊന്നുമല്ല, കാരണം നല്ല തിരമാല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല രീതിയിലുള്ള തിരമാല ആഞ്ഞടിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള തിരമാല. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇവിടെ വരുന്നവർ അവരെ ശ്രദ്ധിക്കുക. ഒരിക്കലും ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കരുത്. പ്രത്യേകിച്ച് മഴയുടെ സമയത്ത് നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഒരിക്കലും ഇതിലേക്ക് ഇറങ്ങാതിരിക്കുക. നമുക്കിതിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഭംഗിയാണ്. നമ്മൾ കടലിലേക്ക് ഒരു മണിക്കൂർ ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെങ്കിൽ എന്നാ വ്യൂ ആണെന്നറിയാം, എന്നാ ബ്യൂട്ടിയാണെന്നറിയാം. ഇങ്ങനെ തിരമാല എണ്ണുക എന്നൊക്കെ പറയില്ല പണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് ലഭിക്കുക. ഒരു വൈബ് ചെയ്യുക, ഒരു വേറെ ലെവലാണ് ആ സംഭവം. പൊളിയാണ് കേട്ടോ. കടലിലെ വ്യൂ, കടലിനെ ഇഷ്ടപ്പെടുന്നവരെന്ന് പറഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ പോകുന്നവർ മാത്രമൊന്നുമല്ല, കടലിനെ ഇഷ്ടപ്പെടുന്നവർ, കണ്ടാസ്വദിക്കുന്നവർ, അത്തരം ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് കണ്ടോ, തെങ്ങൊക്കെ വീണ് കിടക്കുന്നത്. ഇതൊക്കെ വെള്ളം കയറിയിട്ടാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഒന്നുകൂടി എടുത്തെടുത്ത് പറയേണ്ട കാര്യമാണ്. ഏകദേശം ഇവിടുത്തെ ആ ഒരു ഇത് അത്ര ഭയാനകമാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ വെള്ളം കയറിയതാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലൊക്കെ വെള്ളം കയറുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുണ്ട്, ഈ ഒരു ഹൈറ്റിന് മേലെയൊക്കെയാണ് വെള്ളം കയറിയിട്ടുള്ളത് ഇവിടെ. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കടലിൻ്റെ സൈഡിൽ കൂടെ. ഞാനെന്താണ് ഈ തിട്ടയുടെ മുകളിലാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇവിടുന്ന് വെള്ളവും തിട്ടയായിട്ട് അധികം സ്പേസ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കയറിയത്. ആസ്വദിക്കുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. കണ്ട അതിൻ്റെ ആ എടുത്ത് പൊങ്ങി വരുന്ന തിരമാലയും അങ്ങനെ
പതഞ്ഞ് വരുന്ന ആ ഒരു വെള്ളം, അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതാണ് കേട്ടോ. നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ളതാണ്. ആ സ്കൈയുടെ ആകാശത്തിൻ്റെ അതൊക്കെ ഒരു വല്ലാത്ത ലുക്കാണ് നമുക്ക് വരുന്നത്. ഈവനിങ്ങിൽ ഇത്തരം സ്ഥലങ്ങളിൽ പോയിരിക്കാൻ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈവനിങ്ങിൽ ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ ബീച്ചുകളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മൈൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഇതാണ് കിട്ടും നമുക്കിവിടെ. ഒരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് കിട്ടും. എന്താ ലുക്ക് എന്ന് പറഞ്ഞാൽ ഉള്ള അടിപൊളി ലുക്ക് കേട്ടോ. കിട്ടില്ല ലുക്ക്, വേറെ വൈവാണ്. ഈ സൈഡിലൊക്കെ കണ്ടോ ഫുള്ള് തെങ്ങുകൾ ഇങ്ങനെ നിൽക്കാം. ഈ തെങ്ങുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ വീണ് പോയി, കുറേയൊക്കെ കണ്ടോ ചുവടിത് കണ്ടോ. ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സാധനം പിടഞ്ഞ് വീഴാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന തെങ്ങുകളുടെ ചോട്ടിലൊന്നും ഒരിക്കലും പോയി നിൽക്കാതിരിക്കുക. ഇങ്ങനത്തെ തെങ്ങുകളുടെ ചോട്ടിൽ ഒരിക്കലും പോയി നിൽക്കാതിരിക്കുക. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ നോക്കുക, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നമ്മളെ തന്നെ. നല്ല വ്യൂ. ആൾക്കാരുണ്ടോയെന്ന് ചോദിച്ചാൽ ആൾക്കാരുണ്ട്, പക്ഷേ ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ല. ഒരു പക്ഷേ മഴയുടെ കാരണത്താലായിരിക്കാം, റിസ്ക് എടുക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ജീവിതം അതൊന്നു മാത്രമല്ലേ ഉള്ളൂ. അത് നമ്മൾ എൻജോയ് ചെയ്യണം. പക്ഷെ നമ്മുടെ ജീവിതം നമുക്ക് എത്ര വർഷം ജീവിക്കാൻ പറ്റുമോ അത്രയും വർഷം ജീവിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അല്ലാണ്ട് ഒന്നുകൊണ്ട് തീരുന്ന ഇതായിരിക്കരുത്. നല്ല രസമല്ലേ പതഞ്ഞ് വരുന്ന ആ ഒരു വൈബ്, ഒരു വല്ലാത്തൊരു ഫീലാണ്. നല്ല ക്രോസൊക്കെ അടിച്ച് നല്ല രസമാണ് വെള്ളം വരുന്നത്. വല്ലാത്ത ഫീൽ. ആൾക്കാർ വരുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അത് രസമാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇത്തരം ബീച്ചുകളിൽ വന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോസുകൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോസുകൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനമായിരിക്കും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പം ഇത്രത്തോളം കാര്യങ്ങളാണ് ഈ ബീച്ചിനെ കുറിച്ച് പറയാനുള്ളത്. ബീച്ചിനെക്കുറിച്ച് തുറന്ന് കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള തിരമാലയുണ്ട്, പ്രത്യേകിച്ച് മഴയുടെ സമയത്ത്. അതുപോലെ തന്നെ ഈ തെങ്ങുകളൊക്കെ വേര് മാക്സിമം അടർന്നു പോയിട്ടുള്ള അത് ഏത് സമയത്തും വീഴാവുന്ന സാഹചര്യത്തിലാണുള്ളത്. പിന്നെ പിള്ളേരൊക്കെ ഓടി കളിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഇത്തരം തെങ്ങിൻ്റെ ചുവട്ടിലൊന്നും അവരെ കളിക്കാൻ വിടാതിരിക്കുക. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഈ ബീച്ചിൽ ഇറങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും ഈ കടലിലെ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൂടെ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഈ ബീച്ചിൽ വന്ന് എൻജോയ് ചെയ്യാൻ പാടുള്ളൂ. ദൂരെ നിന്ന് നോക്കി എൻജോയ് ചെയ്യുന്നതിൽ ഒരു പ്രശ്നമില്ല. എൻജോയ് ചെയ്യുക, അത് കുഴപ്പമൊന്നുമില്ല. കേട്ടോ നമ്മളിവിടുന്ന് പോവുകയാണ് കേട്ടോ.